സൂയിങ് ടീച്ചർ എക്സാമിനും അതുപോലെ തന്നെ ടൈലറിംഗ് ഇൻസ്ട്രക്ടർ എക്സാമിനും ഒരുപോലെ ഉപയോഗപ്രദമാവുന്ന രീതിയിലുള്ള 1000 ക്വസ്റ്റ്യൻസ് സെറ്റിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 51. ക്വസ്റ്റ്യൻ നമ്പർ 51 എന്താണ്? മാർക്കർ പ്ലാനിംഗ് എന്താണ്? മാർക്കർ പ്ലാനിംഗ് എന്താണ്? ഓപ്ഷൻ എ പാറ്റേണുകളുടെ ക്രമീകരണം, ഓപ്ഷൻ ബി പാറ്റേണുകളുടെ തയ്യാറാക്കൽ, ഓപ്ഷൻ സി പാറ്റേണുകൾ അടയാളപ്പെടുത്തൽ, ഓപ്ഷൻ ഡി പാറ്റേണുകൾ മുറിക്കൽ. നമുക്ക് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ പാറ്റേണുകളുടെ ക്രമീകരണം എന്നാണ്. നമ്മൾ മാർക്കർ എന്താണെന്ന് ആദ്യം നോക്കാം. അതായത് ഒരു ഗാർമെൻറ്റ് നിർമ്മിക്കുമ്പോൾ ഫ്രണ്ട്, ബാക്ക്, സ്ലീവ്, കോളർ, കഫ്, പോക്കറ്റ് എന്നിങ്ങനെ നിരവധി പാറ്റേൺ പീസുകൾ ഉണ്ടാവും അല്ലേ. ഈ പാറ്റേൺ പീസസ് ഫാബ്രിക്കിൻ്റെ മുകളിൽ ഏറ്റവും കുറഞ്ഞ തുണി, അതായത് ഏറ്റവും കുറഞ്ഞ തുണി നഷ്ടത്തിൽ, മിനിമം ഫാബ്രിക് വേസ്റ്റേജ്, എത്രത്തോളം കുറവ് ഫാബ്രിക് വേസ്റ്റേജ് ഉണ്ടാവോ അങ്ങനത്തെ രീതിയിൽ നമ്മൾക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്ന് തീരുമാനിക്കുന്ന ലേ ഔട്ടിനെയാണ് നമ്മൾ മാർക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഗാർമെൻറ്റിന് വേണ്ട അത്രയും പീസസിനെ തുണി അധികം വേസ്റ്റ് ആവാതെ എങ്ങനത്തെ രീതിയിലാണ് നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെയാണ് മാർക്കർ എന്ന് പറയുന്നത്. ഈ ലേ ഔട്ട് തയ്യാറാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ മാർക്കർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പാറ്റേൺ പീസസ് ഫാബ്രിക്കിൻ്റെ മുകളിൽ ഏറ്റവും മികച്ച രീതിയിൽ ക്രമീകരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ മാർക്കർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഷർട്ട് തയ്ക്കാൻ 2 മീറ്റർ ഫാബ്രിക് ഉണ്ടെന്ന് കരുതുക. ഫ്രണ്ട്, ബാക്ക്, സ്ലീവ്, കോളർ, പോക്കറ്റ് തുടങ്ങിയ എല്ലാ പാറ്റേൺ പീസസും വെറുതെ എവിടെയെങ്കിലും വെച്ചാൽ നമുക്കത് മതിയാവില്ല, ധാരാളം തുണി വേസ്റ്റ് ആവും. അപ്പോൾ മാർക്കർ പ്ലാനിങ് ശരിയായി ചെയ്താൽ നമുക്ക് അതേ 2 മീറ്റർ തുണിയിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് കട്ടിങ് നടത്താൻ കഴിയും. അതുകൊണ്ട് ഫാബ്രിക് വേസ്റ്റേജ് കുറയും, ഉൽപ്പാദന ചെലവ് കുറയും, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് കൂടുതലായിട്ട് ലാഭം ലഭിക്കും. അതുകൊണ്ടാണ് ഗാർമെൻറ് ഇൻഡസ്ട്രിയിൽ മാർക്കർ പ്ലാനിങ്ങിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നത്. മാർക്കർ പ്ലാനിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. ഫാബ്രിക് വിഡ്ത്ത് പരിഗണിക്കണം, ഗ്രെയിൻ ലൈൻ കൃത്യമായി പാലിക്കണം, അതുപോലെ തന്നെ ഫാബ്രിക് നാബ് ഡയറക്ഷൻ, അതായത് നാബ്ഡ് ഫാബ്രിക് ആണെങ്കിൽ, ഡയറക്ഷൻ ഉള്ള ഫാബ്രിക് ആണെങ്കിൽ എല്ലാ പാറ്റേൺ പീസസും ഒരേ ഡയറക്ഷനിൽ ക്രമീകരിക്കണം, ചെക്സ്, സ്ട്രൈപ്സ് തുടങ്ങിയ ഡിസൈൻ മാച്ച് ചെയ്യണം, ഫാബ്രിക് വേസ്റ്റേജ് ഏറ്റവും കുറവായിരിക്കണം, അതുപോലെ തന്നെ കൂടുതൽ ഗാർമെൻറ്റ്സ് ഒരേ ഫാബ്രിക്കിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. പാറ്റേൺ തയ്യാറാക്കൽ എന്നത് പാറ്റേൺ മേക്കിംഗ് ആണ്, അത് മാർക്കർ പ്ലാനിങ് അല്ല. ഓപ്ഷൻ സി ആണെങ്കിൽ പാറ്റേൺ അടയാളപ്പെടുത്തലാണ്, അത് മാർക്കിംഗ് ആണ്, അത് മാർക്കർ പ്ലാനിങ് അല്ല, മാർക്കിംഗ് ആണ്. ഓപ്ഷൻ ഡി പാറ്റേൺ മുറിക്കൽ എന്ന് പറഞ്ഞാൽ കട്ടിങ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 52. ഏത് സ്ലീവാണ് നെക്ക് ലൈൻ വരെ എത്തുന്നത്? ഏത് സ്ലീവാണ് നെക്ക് ലൈൻ വരെ എത്തുന്നത്? നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. റാഗ്ലൻ സ്ലീവാണ് നെക്ക് ലൈൻ വരെ എത്തുന്നത്. എന്താണ് റാഗ്ലൻ സ്ലീവ്? സാധാരണ ഒരു ഷർട്ടിലോ ബ്ലൗസിലോ സ്ലീവ് ആം ഹോളിലാണ് നമ്മൾ ഘടിപ്പിക്കുന്നത് അല്ലേ. അതായത് ഷോൾഡർ സീം ഉണ്ടാവും. എന്നാൽ റാഗ്ലൻ സ്ലീവ് ഷോൾഡർ സീം അല്ല. റാഗ്ലൻ സ്ലീവിൻ്റെ പ്രത്യേകത എന്താണ്? സ്ലീവ് നേരിട്ട് നെക്ക് ലൈൻ മുതൽ ആരംഭിച്ച ആം ഹോള് വഴി കൈകളിലേക്ക് നീളുന്നതാണ്. അതുകൊണ്ട് ഇതിനെ നെക്ക് ലൈൻ വരെ എത്തുന്ന സ്ലീവ് എന്നാണ് പറയുന്നത്. ഈ റാഗ്ലൻ സ്ലീവ് ഡ്രസ്സ് അല്ലെങ്കിൽ ടീഷർട്ട് ശ്രദ്ധിച്ചാൽ കഴുത്തിൽ നിന്ന് കക്ഷം, അതായത് അണ്ടർ ആം വരെ ഒരു ചെരിഞ്ഞ സീം, ഡയഗണൽ സീമായിട്ട് നമുക്ക് കാണാം. ഈ ചെരിഞ്ഞ സീമാണ് റാഗ്ലൻ സ്ലീവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രധാന പ്രത്യേകത. റാഗ്ലൻ സ്ലീവ് കൂടുതലായിട്ട് സ്പോർട്സ് വെയർ, ടീഷർട്ട്, സ്വെറ്റ് ഷർട്ട്സ്, ചിൽഡ്രൻസ് വെയർ എന്നിവയിലാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഷോൾഡർ ഭാഗത്ത് നല്ല ഫിറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ കൈകൾക്ക് ഈസി ആയിട്ടുള്ള മൂവ്മെൻറ്റ് കുറച്ചും കൂടിയും ഈ ടൈപ്പ് സ്ലീവിന് നൽകാനായിട്ട് കഴിയും. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കറിയാം അല്ലേ. പഫ് സ്ലീവ്, പ്ലെയിൻ സ്ലീവ്, ക്യാപ് സ്ലീവ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ 53. സ്ലീവ് ശരീരത്തിലെ ഏത് ഭാഗമാണ് മൂടുന്നത്? ഏത് ഭാഗം മൂടുന്നു? സ്ലീവ് ശരീരത്തിലെ ഏത് ഭാഗമാണ് മൂടുന്നത്? കൈകൾ. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്, ഒരു ഷർട്ട്, ബ്ലൗസ്, കുർത്ത, ഫ്രോക്ക്, ജാക്കറ്റ് തുടങ്ങിയ എല്ലാ അപ്പർ ഗാർമെൻറ്റ്സിൻ്റെയും കൈകൾ മൂടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സ്ലീവ് എന്ന് വിളിക്കുന്നത്. അതായത് സ്ലീവിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കൈകൾ മൂടുക. മാത്രമല്ല സ്ലീവ് എന്താണ്, നമ്മൾ വസ്ത്രത്തിൻ്റെ ഭംഗിയും സ്റ്റൈലും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഒരേ ടൈപ്പ് സ്ലീവ് അല്ല, സ്ലീവിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പ്ലെയിൻ സ്ലീവ്, പഫ് സ്ലീവ്, റാഗ്ലൻ, ബെൽറ്റ് സ്ലീവ്, ബിഷപ്പ് സ്ലീവ്, ക്യാപ് സ്ലീവ്, കിമോണ, ഇങ്ങനെ പല ടൈപ്പുള്ള സ്ലീവ്സ് ഉണ്ട് നമുക്ക്. ഈ സ്ലീവ്സിൻ്റെ ഓരോ രൂപ വ്യത്യാസങ്ങളും നമ്മുടെ ഡ്രസ്സിന്
കൈകൾ അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള യൂസ് എന്താണ്, കൈകൾ മൂടുക എന്നാണ്. പക്ഷെ നമ്മുടെ ഡ്രസ്സിന് ഓരോ ലുക്കും, ഓരോ വെറൈറ്റി ആയിട്ടുള്ള ലുക്കും നമുക്ക് തരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 54. ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ മാനുവൽ മാർക്കറുകളുടെ എണ്ണം എത്ര? മാനുവൽ മാർക്കറുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്രയാണ് ആൻസർ. 2 ആണ് ആൻസർ വരുന്നത്. ഒരു ഗാർമെന്റ് എല്ലാ പാറ്റേൺ പീസസും ഫാബ്രിക്കിന്റെ മുകളിൽ ഏറ്റവും കുറഞ്ഞ തുണി നഷ്ടത്തിൽ ക്രമീകരിക്കുന്ന ലേഔട്ടിനെയാണ് നമ്മൾ മാർക്കർ എന്ന് പറഞ്ഞത് അല്ലേ. മാർക്കർ 2 രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. മാനുവൽ ആയിട്ടും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടും നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മാനുവൽ മാർക്കർ എന്ന് പറയുമ്പോൾ പേപ്പർ പാറ്റേണുകൾ ഉപയോഗിച്ച് കൈകൊണ്ട് മാർക്കർ തയ്യാറാക്കുന്ന രീതിയാണിത്. പാറ്റേൺ മാർക്കർ ഓരോ പാറ്റേൺ പീസും ഫാബ്രിക്കിന്റെ വീതി, ഗ്രെയിൻ ലൈൻ, ഡിസൈൻ എന്നിവ കണക്കിലെടുത്തുകൊണ്ട് കൈകൊണ്ട് ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കമ്പ്യൂട്ടറൈസ്ഡ് മാർക്കർ ആണെങ്കിൽ CAD, കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ മാർക്കർ തയ്യാറാക്കുന്ന രീതിയാണിത്. വലിയ ഗാർമെന്റ് ഫാക്ടറീസിലാണ് ഇത് കൂടുതലായിട്ടും ഈ രീതി ഉപയോഗിക്കുന്നത്. ഇനി മാനുവൽ മാർക്കർ എത്ര തരം ഉണ്ടെന്നാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് അല്ലേ. 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? സിംഗിൾ സൈസ് മാർക്കറും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സൈസ് മാർക്കറും. സിംഗിൾ സൈസ് മാർക്കർ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മാർക്കർ. നമ്മളുടെ അടുത്ത് 2 തരത്തിൽ എന്ന് ചോദിച്ചാൽ മാനുവൽ മാർക്കറും കമ്പ്യൂട്ടറൈസ്ഡ് മാർക്കറുമാണ് ഉള്ളത്. അതിനകത്ത് സിംഗിൾ പീസ് മാർക്കർ അല്ലെങ്കിൽ സിംഗിൾ സൈസ് മാർക്കറും മൾട്ടിപ്പിൾ സൈസ് മാർക്കറും. ഇതിനകത്ത് സിംഗിൾ സൈസ് മാർക്കേഴ്സിന് നമുക്ക് ഷോർട്ട് മാർക്കേഴ്സ് എന്നും പറയാം. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സൈസ് മാർക്കേഴ്സിന് നമ്മൾക്ക് ലോങ് മാർക്കേഴ്സ് എന്നും പറയാം കേട്ടോ. അതായത് സിംഗിൾ സൈസ് മാർക്കേഴ്സിനെ ഓൾസോ കോൾഡ് as ഷോർട്ട് മാർക്കേഴ്സ്, മൾട്ടിപ്പിൾ സൈസ് മാർക്കേഴ്സ് ആർ ഓൾസോ കോൾഡ് as ലോങ് മാർക്കേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് മാർക്കേഴ്സ് എന്നും പറയാം. ഇനി സിംഗിൾ സൈസ് മാർക്കർ എന്താണെന്ന് നോക്കാം. ഒരേ ഒരു സൈസിന്റെ പാറ്റേൺ പീസസ് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മാർക്കറാണ് നമ്മൾ സിംഗിൾ സൈസ് മാർക്കർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ 38 സൈസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ 38 മാത്രമാണ് ആ മാർക്കർ പ്ലാനിൽ ഉണ്ടാവുക. ഇനി മൾട്ടിപ്പിൾ സൈസ് മാർക്കർ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സൈസുകളായ 36, 38, 40, 42 അങ്ങനെ തുടങ്ങിയ പാറ്റേൺ പീസുകൾ ഒരേ മാർക്കറിൽ ക്രമീകരിക്കുന്ന രീതിയാണ് ഇത് മൾട്ടിപ്പിൾ സൈസ് മാർക്കർ. വലിയ തോതിലുള്ള ഗാർമെന്റ് പ്രൊഡക്ഷനിൽ ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത് ആണ്. ഈ മാനുവൽ മാർക്കർ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബുട്ടീക്കുകൾക്ക് അനുയോജ്യമായ ഒരു രീതിയാണ്. പ്രത്യേക ഓർഡറുകൾക്ക് എളുപ്പത്തിൽ മാർക്കർ തയ്യാറാക്കാം. കമ്പ്യൂട്ടർ ഇല്ലാതെയും മാർക്കർ തയ്യാറാക്കാനായിട്ട് കഴിയും. പക്ഷേ വലിയ ഗാർമെന്റ് ഇൻഡസ്ട്രികൾ കൂടുതലായും കമ്പ്യൂട്ടറൈസ്ഡ് മാർക്കറാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് സമയം ലാഭിക്കുകയും അതുപോലെ തന്നെ കുറേ വേസ്റ്റേജ് കുറയ്ക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 55. വസ്ത്രത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഓപ്ഷൻസ് നോക്കാം. പ്ലാക്കറ്റ്, കഫ്, കോളർ, ലേപ്പൽ. ആൻസർ എന്താണ്? കോളറാണ് വരുന്നത്. ഇപ്പോൾ ഒരു ഷർട്ട്, ബ്ലൗസ്, കുർത്ത, കോട്ട്, ജാക്കറ്റ് തുടങ്ങിയ വസ്ത്രങ്ങളിൽ കഴുത്തിന് ചുറ്റുമായി ഘടിപ്പിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കോളർ എന്ന് പറയുന്നത് അല്ലേ. കോളറിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് കഴുത്ത് മൂടുക മാത്രമല്ല, വസ്ത്രത്തിൻ്റെ ഭംഗിയും ആകർഷണീയതയും വർദ്ധിപ്പിക്കുന്നൊരു പ്രധാന ഡിസൈൻ ഘടകമാണ് ഈ കോളർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരേ ഷർട്ടിൽ വ്യത്യസ്ത രീതിയിലുള്ള കോളർ ഉപയോഗിച്ചാൽ ആ ഷർട്ടിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ്റയർ ലുക്ക്, അതായത് മുഴുവൻ രൂപവും മാറും. അതുകൊണ്ടാണ് ഫാഷൻ ഡിസൈനേഴ്സ് ഓരോ ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോഴും കോളർ സെലക്ഷന് പ്രധാനമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നത്. ഇനിയിപ്പോൾ കോളേഴ്സിൻ്റെ ടൈപ്സ് നമുക്കറിയാവുന്നതാണ്. ഷർട്ട് കോളർ, ബീറ്റർ പാൻ കോളർ, മാൻഡറിൻ കോളർ, ടേർട്ടിൽ നെക്ക് കോളർ, ഷോൾ നെക്ക് കോളർ, സെയിലർ കോളർ, അങ്ങനെ കുറേ ടൈപ്പ് കോളേഴ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെ നിരവധി കോളർ സ്റ്റൈൽസ് ഉണ്ട്. ഓരോ കോളറും വസ്ത്രത്തിന് വ്യത്യസ്തമായ ഒരു ലുക്കാണ് നൽകുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ആയ പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തുറന്ന ഓപ്പണിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗമാണിത്. ഇത് സൗന്ദര്യം വർദ്ധിപ്പിക്കും, പക്ഷേ പ്രധാന പ്രവർത്തനം എന്താണ്? ഫാസ്റ്റനിങ് ആണ്. പക്ഷേ അല്ലെങ്കിൽ ഓപ്പണിങ്, പ്ലാക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ആണ്, ഫാസ്റ്റനിങ് ഘടിപ്പിക്കാനുള്ളൊരു ഭാഗമാണ്. ഇനി കഫ് എന്ന് പറയുന്നത് സ്ലീവിൻ്റെ അറ്റത്ത് ഘടിപ്പിക്കുന്ന ഭാഗമാണ്. ഇത് സ്ലീവിന് നല്ല ഫിനിഷിങ് നൽകുന്ന ഭാഗം. ലേപ്പൽ എന്ന് പറയുന്നത് കോട്ട്, ബ്ലേസർ, ജാക്കറ്റ് എന്നിവയുടെ മുൻഭാഗത്തെ കോളറിൻ്റെ മടക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്നത്. എല്ലാ ഗാർമെൻറ്റുകളിലും ലേപ്പൽ ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ കോളർ എന്ന് പറയുന്ന മിക്ക ഗാർമെൻറ്റ്സിലും ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഡിസൈൻ ഘടകമാണ്. അതിന് ഒരു ഡെക്കറേറ്റീവ് പർപ്പസ് ആണ്. അതിന് വസ്ത്രത്തിൻ്റെ ഭംഗിയും ആകർഷണീയതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന
ഭാഗമായിട്ടാണ് നമ്മൾ കോളറിനെ കണക്കാക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. ക്രോച്ച് പോയിന്റ് എന്താണ്? ക്രോച്ച് പോയിന്റ് എന്താണ്? ക്രോച്ച് എക്സ്റ്റൻഷൻ്റെ അവസാനമാണ് ഈ ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ക്രോച്ച് എന്താണ് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ 2 കാലുകൾ ചേരുന്ന ഭാഗത്തിനെയാണ് ക്രോച്ച് എന്ന് പറയുന്നത്. ട്രൗസർ, പാൻറ് തുടങ്ങിയ വസ്ത്രങ്ങളിൽ ഈ ഭാഗം ശരിയായ രീതിയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഗാർമെൻറ്റിൻ്റെ ഫിറ്റ് ശരിയാവില്ല, പ്രത്യേകിച്ച് ഈ ട്രൗസർ, പാൻറ് പോലെയുള്ള ഗാർമെൻറ്റ്സിൽ. പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം വേസ്റ്റ് ലൈൻ, ഹിപ്പ് ലൈൻ, ക്രോച്ച് ലൈൻ എന്നിവ വരയ്ക്കും. അതിനുശേഷം ഹിപ്പ് ലൈനിൽ നിന്ന് പുറത്തേക്ക് ഒരു അളവ് നീട്ടും. ഈ ഭാഗത്തിനെയാണ് നമ്മൾ ക്രോച്ച് എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുന്നത്. ഈ ക്രോച്ച് എക്സ്റ്റൻഷൻ അവസാനിക്കുന്ന സ്ഥാനമാണ് ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈസി ആയിട്ട് പറഞ്ഞാൽ ക്രോച്ച് എക്സ്റ്റൻഷൻ അവസാനിക്കുന്ന പോയിന്റാണ് ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഉപയോഗിച്ചാണ് ഫ്രണ്ട് ക്രോച്ച് കേർവും ബാക്ക് ക്രോച്ച് കേർവ് എന്നിവ വരയ്ക്കുന്നത് നമ്മൾ. അല്ല ട്രൗസറിൻ്റെ ഫിറ്റ്, കംഫർട്ട്, മൂവ്മെൻറ്റ് എന്നിവയെല്ലാം ക്രോച്ച് പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ട്രൗസർ പാറ്റേൺ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഹിപ്പ് ലൈൻ വരെ എല്ലാ അളവുകളും വരച്ച ശേഷം ക്രോച്ച് എക്സ്റ്റൻഷൻ നൽകും നമ്മൾ. എക്സ്റ്റൻഷൻ അവസാനിക്കുന്ന സ്ഥലത്തൊരു പോയിന്റ് അടയാളപ്പെടുത്തും. ആ പോയിന്റിൽ നിന്നാണ് ക്രോച്ചിൻ്റെ കേർവ് വരയ്ക്കുന്നത്. ഈ പോയിന്റിനെയാണ് നമ്മൾ ക്രോച്ച് പോയിന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ക്രോച്ച് ലൈൻ, ഇതൊരു ഹൊറിസോണ്ടൽ റെഫറൻസ് ലൈനാണ്, പോയിന്റ് അല്ല. പിന്നെന്താണ്? ഓപ്ഷൻ ബി, ശരീരത്തിൻ്റെ അടിഭാഗം, ഇത് ശരിയായ ഒരു ഇതല്ല. അതുപോലെ ഓപ്ഷൻ സി, അരയിൽ നിന്ന് ക്രോച്ച് വരെയുള്ള ദൂരം, ഇത് ക്രോച്ച് ഡെപ്ത് അല്ലെങ്കിൽ ബോഡി റൈസ് മെഷർമെൻ്റ് ആണ്. ഏതാണ്? ഓപ്ഷൻ സി, അരയിൽ നിന്ന് ക്രോച്ച് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് ക്രോച്ച് ഡെപ്ത് അല്ലെങ്കിൽ ബോഡി റൈസ് മെഷർമെൻ്റ് ആണ്, ക്രോച്ച് പോയിന്റ് അല്ല. ക്വസ്റ്റ്യൻ നമ്പർ 57. മസ്ലിൻ എത്ര തരമുണ്ട്? മസ്ലിൻ എത്ര തരമാണ്? 3 തരമാണുള്ളത്. മസ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ലിൻ വളരെ ഭാരം കുറഞ്ഞതും മൃദുവായതും വായു കടക്കാൻ സൗകര്യമുള്ളതുമായ ഒരു കോട്ടൺ ഫാബ്രിക് ആണ്. പണ്ടുകാലം മുതൽ വസ്ത്രനിർമ്മാണത്തിലും പാറ്റേൺ ഡെവലപ്മെൻറ്റിലും ഡ്രേപ്പിങ്ങിലും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നൊരു തുണിയാണിത്. ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ഒരു പുതിയ ഗാർമെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ്, തയ്യാറാക്കുന്നതിന് മുന്നേ, വില കൂടിയ ഫാബ്രിക് ഉപയോഗിക്കുന്നതിന് മുന്നേ ആദ്യം മസ്ലിൻ ഫാബ്രിക് ഉപയോഗിച്ചൊരു സാമ്പിൾ ഗാർമെൻറ്റ് തയ്യാറാക്കും. ഇതിനെ മസ്ലിൻ സാമ്പിൾ അല്ലെങ്കിൽ ടോയിൽ എന്നാണ് വിളിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പാറ്റേൺ ശരിയാണോ, ഫിറ്റ് കൃത്യമാണോ, ഡിസൈൻ ഭംഗിയാണോ എന്നൊക്കെ പരിശോധിക്കാനായിട്ട് കഴിയും. ഇനി മസ്ലിൻ്റെ 3 തരം ഏതൊക്കെയാണെന്ന് നോക്കാം. ഗേസ് മസ്ലിൻ, സ്വിസ് മസ്ലിൻ, ഷീറ്റിംഗ് മസ്ലിൻ. ഗേസ് മസ്ലിൻ എന്ന് പറയുന്നത് വളരെ നേർത്തതും ഭാരം കുറഞ്ഞതുമായൊരു മസ്ലിനാണ്. വായു എളുപ്പത്തിൽ കടന്നു പോകുന്നതിന് വേനൽക്കാല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ഡ്രസ്സിങ്, അതായത് ബാൻഡേജ് പോലെയുള്ളവ, കിച്ചൺ ഫിൽട്ടർ എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. സ്വിസ് മസ്ലിൻ എന്ന് പറയുന്നത് വളരെ മൃദുവും ഷീർ മസ്ലിനാണ്, കുറച്ച് സുതാര്യവുമായ മസ്ലിനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ റേസ്ഡ് ഡോട്ട്സ് അല്ലെങ്കിൽ നെയ്തെടുത്ത ഡിസൈനുകളാണ് ഇതിനകത്ത് ഉണ്ടാവുക. ലേഡീസ് വെയർ, ബേബി ഡ്രസ്, കർട്ടൻസ് എന്നിവ നിർമ്മിക്കാനായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഷീറ്റിംഗ് മസ്ലിൻ എന്ന് പറയുന്നത് ഇതാണ് മസ്ലിനുകളിൽ ഏറ്റവും കട്ടിയുള്ളതും ശക്തിയുള്ളതുമായിട്ടുള്ള മസ്ലിൻ എന്ന് പറയുന്നത്. അപ്ഹോൾസ്ട്രി, ഹോം ടെക്സ്റ്റൈൽസ്, ഫോട്ടോഗ്രാഫി, ബാക്ക്ഡ്രോപ്പ്, സാമ്പിൾ ഗാർമെൻറ്റ്സ് എന്നിവ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഷീറ്റിംഗ് മസ്ലിനാണ്. ഇനി 58ാമത്തെ ക്വസ്റ്റ്യൻ, ഔട്ട് സീം എന്താണ്? 58ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഔട്ട് സീം എന്താണ്? ഓപ്ഷൻസ് എന്താണ്? ഫ്രണ്ട് ആൻഡ് ബാക്ക് ഭാഗങ്ങൾ ചേർക്കുന്ന സൈഡ് സീം, സീം അലവൻസ്, ലെഗ് ലൈൻ, ഫ്രണ്ട് ബാക്ക് സീം. ആൻസർ ആയിട്ട് വരുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഭാഗങ്ങൾ ചേർക്കുന്ന സൈഡ് സീമിനെയാണ് നമ്മൾ ഔട്ട് സീം എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഒരു ട്രൗസർ അല്ലെങ്കിൽ പാൻറ് എടുത്ത് നോക്കിയാൽ ഓരോ കാലിനും 2 പ്രധാന സീമുകൾ കാണാം, അല്ലേ? ഔട്ടർ സൈഡിലുള്ള സീം, അതാണ് ഔട്ട് സീം എന്ന് പറയുന്നത്. ഇന്നർ സൈഡിലുള്ള സീം, അതാണ് ഇൻസീം അല്ലെങ്കിൽ ഇൻസൈഡ് സീം എന്ന് പറയുന്നത്. അതായത് ട്രൗസറിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും പുറം വശത്ത് ചേർന്ന് തുന്നുന്ന സീമിനെയാണ് ഔട്ട് സീം എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണയായിട്ട് വേസ്റ്റ് ലൈനിൽ നിന്നും ട്രൗസറിൻ്റെ ഹെമ്മ് വരെ നീളത്തിൽ കാണപ്പെടുന്നു. വേസ്റ്റ് ലൈൻ മുതൽ ട്രൗസറിൻ്റെ ഹെമ്മ് വരെ നീളത്തിൽ കാണപ്പെടുന്നു. അതുപോലെ
രണ്ട് കാലുകൾക്കിടയിൽ ഉള്ളിലെ സീം, അത് ക്രോച്ച് മുതൽ ഹെം വരെ പോകുന്നതാണ് ഇൻസീം എന്ന് പറയുന്നത്. കാലിൻ്റെ പുറത്ത് വശത്തുള്ള സീം ഔട്ട് സീമും, കാലുകൾക്കിടയിൽ ഉള്ളിലെ സീം ഇത് ക്രോച്ച് മുതൽ ഹെം വരെ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസീം എന്ന് പറയുന്നത്. ഇത് രണ്ടും ട്രൗസർ നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ട സീമുകളാണ്. അതുപോലെ തന്നെ ഓർത്ത് വെക്കാനാണ്, ഔട്ട്സൈഡ് ലെഗിലുള്ളതാണ് ഔട്ട് സീം, ഇൻസൈഡ് ലെഗിലുള്ളതാണ് ഇൻസീം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ 59, പല സ്ലീവ് സ്റ്റൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, അതായത് പല സ്ലീവ് സ്റ്റൈലുകൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന സ്ലീവ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? പ്ലെയിൻ സ്ലീവ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പല ടൈപ്പ് ഓഫ് സ്ലീവിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് സ്ലീവ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലെയിൻ സ്ലീവാണ്. പ്ലെയിൻ സ്ലീവ് ഒരു സിമ്പിളായിട്ടുള്ള സ്ലീവാണ്. ഇതിൽ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. ഇത് പ്രത്യേക ഗ്യാദേഴ്സ്, പ്ലീറ്റ്സ്, ഫ്രിൽസ്, ഫുൾനെസ് എന്നിവ ഒന്നും ഉണ്ടായിരിക്കില്ല. സാധാരണ ഷർട്ട്, കുർത്ത, ബ്ലൗസ് എന്നിവയിൽ കാണുന്ന അടിസ്ഥാന സ്ലീവ് പാറ്റേൺ ആണ് ഇത്. നമുക്കിതിൽ നിന്നും പഫ് സ്ലീവ്, ബിഷപ്പ് സ്ലീവ്, ബെൽ സ്ലീവ് അങ്ങനെ തുടങ്ങുന്ന ഏത് ടൈപ്പ് സ്ലീവ് വേണമെങ്കിലും നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, 60ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ നേരിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഏത് രീതിയാണ്? മനുഷ്യ ശരീരത്തിൽ നേരിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഏത് രീതിയാണ്? ഡ്രേപ്പിംഗ് ആണല്ലേ. ഡ്രേപ്പിംഗ് എന്താണ്? ഡ്രേപ്പിംഗ് എന്നത് ഒരു തുണി നേരിട്ട് മനുഷ്യ ശരീരത്തിലോ ഡ്രസ് ഫോമിലോ, അതായത് ഡമ്മി ഓർ മാനിക്വിൻ ഡ്രസ് ഫോമിലോ വച്ച് പിൻ ഉപയോഗിച്ച് ക്രമീകരിച്ച് ആവശ്യമായ ഡിസൈൻ രൂപപ്പെടുത്തുന്ന രീതിയാണ്. ഡമ്മി മാനിക്വിനൊന്നും നമ്മൾ ഡ്രേപ്പിംഗ് പാറ്റേൺ ഉണ്ടാക്കാനായിട്ടല്ല, ഡ്രസ് ഫോം ആണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഡ്രേപ്പിംഗ് എന്നത് ഒരു തുണി നേരിട്ട് മനുഷ്യ ശരീരത്തിലോ അല്ലെങ്കിൽ ഡ്രസ് ഫോമിലോ വെച്ച് പിൻ ഉപയോഗിച്ച് ക്രമീകരിച്ച് ആവശ്യമായ ഡിസൈൻ രൂപപ്പെടുത്തുന്ന രീതിയാണ് എന്ത്? ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ആദ്യം പേപ്പറിൽ പാറ്റേൺ തയ്യാറാക്കുന്നില്ല, നേരിട്ട് തുണി ശരീരത്തിൽ അല്ലെങ്കിൽ ഡ്രസ് ഫോമിൽ വെച്ചാണ് ഡിസൈൻ രൂപപ്പെടുത്തുന്നത്. ഇതിൽ ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു ഡിസൈനർ പുതിയൊരു ഗൗൺ അല്ലെങ്കിൽ ഡിസൈനർ ഡ്രസ്സ് തയ്യാറാക്കണമെന്ന് കരുതുകയാണെങ്കിൽ ആദ്യം മസ്ലിൻ ഫാബ്രിക് എടുത്ത് ഡ്രസ് ഫോമിൽ പിൻ ഉപയോഗിച്ച് ക്രമീകരിച്ച ശേഷം ആവശ്യമായ ഫോൾഡോ, ഡ്രേപ്പോ, പ്ലീറ്റോ, ഗ്യാദറോ എന്താണോ വേണ്ടത് അതൊക്കെ ഡ്രസ് ഫോമിൻ്റെ മേലെ വെച്ച് തന്നെ ഡിസൈൻ രൂപപ്പെടുത്തി പിന്നീട് ആ രൂപത്തിൽ നിന്ന് പാറ്റേൺ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസായി ഡ്രാഫ്റ്റിംഗ്, സ്കെച്ചിങ്, ഫിഗറിംഗ്. ഡ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരീര അളവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പേപ്പറിൽ പാറ്റേൺ വരയ്ക്കുന്ന രീതിയാണ് ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ശരീരത്തിൽ ഡയറക്റ്റായിട്ട് ചെയ്യുന്നതല്ല. സ്കെച്ചിങ് എന്നത് ഡിസൈൻ ആദ്യം പേപ്പറിൽ വരയ്ക്കുന്ന രീതിയാണ്. ഫിഗറിംഗ് എന്നത് ഫാഷൻ ഫിഗർ ഡ്രോയിങ് ആണ്, അല്ലെങ്കിൽ അത് ഗാർമെൻറ്റ് നിർമ്മാണ രീതിയിൽ വരുന്നതല്ല. അടുത്തത് ചോദ്യം 61, ബെൽ സ്ലീവിൻ്റെ ഒരു വ്യത്യാസം ഏത്? വ്യത്യാസം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വേരിയേഷൻ ആണ് കേട്ടോ. ബെൽ സ്ലീവിൻ്റെ ഒരു വേരിയേഷൻ ഏതാണ്? ബെൽ സ്ലീവ് എന്താണ്? ബെൽ സ്ലീവ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ബെല്ലിൻ്റെ ആകൃതിയിലുള്ള ഒരു, അങ്ങനെയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക അല്ലേ. ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗം സാധാരണ സ്ലീവ് പോലെ ആയിരിക്കും, എന്നാൽ താഴേക്ക് പോകുമ്പോൾ ക്രമേണ വീതി വർദ്ധിക്കുകയും അതുപോലെ തന്നെ എന്താണ് സ്ലീവിൻ്റെ അറ്റം മണിയുടെ ആകൃതിയിൽ വിരിഞ്ഞ് ഫ്ലെയേർഡ് ആയിട്ട് ബെല്ല് പോലെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് ബെൽ സ്ലീവ് എന്ന പേര്. ഇനി ഈ ബെൽ സ്ലീവിൻ്റെ ഒരു പ്രധാന വകഭേദം എന്ന് പറയുന്നത് ഏതാണ്? സർക്കുലർ സ്ലീവ്. സർക്കുലർ സ്ലീവ് തയ്യാറാക്കുമ്പോൾ പാറ്റേണിന് കൂടുതൽ ഫ്ലെയർ നൽകാൻ സർക്കുലർ പാറ്റേണിലാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ സ്ലീവ് കൂടുതൽ ഭംഗിയായി താഴേക്ക് വിരിഞ്ഞ് കാണപ്പെടും. ബെൽ സ്ലീവിൻ്റെ ഒരു സ്റ്റൈൽ വകഭേദം തന്നെയാണ് സർക്കുലർ സ്ലീവിനെ, വകഭേദമായിട്ട് തന്നെയാണ് സർക്കുലർ സ്ലീവിനെ നമ്മൾ കണക്കാക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ? ബിഷപ്പ് സ്ലീവ് എന്ന് പറയുന്നത് താഴെ ഭാഗത്ത് ഫുൾനെസ് ഉണ്ടായിരിക്കും, എന്നാൽ അത് കഫ് ഉപയോഗിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അതിനാൽ അത് ബെൽ സ്ലീവിൻ്റെ വകഭേദമല്ല. ഇനി പഫ് സ്ലീവ് ഷോൾഡർ ഭാഗത്തോ ഹെം ഭാഗത്തോ ഗ്യാദേഴ്സ് നൽകിയിട്ടാണ് പഫ് എഫക്റ്റ് നൽകുന്നത്. പ്ലെയിൻ പിന്നെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്ലെയർ ഒന്നുമില്ലാത്ത ലളിതമായ സ്ലീവ്. ക്വസ്റ്റ്യൻ നമ്പർ 62, പ്രകൃതിദത്ത ആകൃതിയുടെ സ്റ്റൈലൈസ്ഡ് രൂപം ഏത്? പ്രകൃതിദത്ത നാച്ചുറൽ ഷേപ്പ്, പ്രകൃതിദത്ത ആകൃതിയുടെ സ്റ്റൈലൈസ്ഡ് രൂപം ഏതാണ്? എന്താണ് ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ? ഷേപ്പ്, ഒരു വസ്തുവിൻ്റെ പുറം രൂപത്തിനെയാണ് നമ്മൾ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലേ. പ്രകൃതിയിൽ നമുക്ക് ധാരാളം ഷേപ്സ് കാണാൻ കഴിയും. ഉദാഹരണത്തിന് പൂവ്, ഇല, മരം, മത്സ്യം, പക്ഷി, സൂര്യൻ, അങ്ങനെ തുടങ്ങിയ പല ഷേപ്സ് ഉണ്ടാവും.
ഒരു ഡിസൈനർ ഈ പ്രകൃതിദത്ത രൂപങ്ങൾ അതേപടി ഉപയോഗിക്കാതെ, എല്ലാവരും ഉപയോഗിക്കണം എന്നില്ല, അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തി സിമ്പിളാക്കുകയോ അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ ഒഴിവാക്കി പുതിയ രീതിയിൽ അതിനെ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നതിനെയാണ്, പ്രകൃതിദത്ത രൂപത്തെ മാറ്റി സ്റ്റൈലിഷ് രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു റോസ് പൂ എടുത്താൽ അതിൻ്റെ എല്ലാ ഇതളുകളും അതേപടി വരയ്ക്കാതെ കുറച്ച് ലളിതമായിട്ട് സിമ്പിളായിട്ടോ അല്ലെങ്കിൽ ആ പൂവിൻ്റെ ഭംഗി മാത്രം നിലനിർത്തി ഒരു പുതിയ ഡിസൈൻ പോലെയൊക്കെ ആക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഇല്യൂഷൻ എന്ന് പറയുന്നത് കണ്ണിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ദൃശ്യഭാവമാണ്, ഇതൊരു ഷേപ്പ് അല്ല. സ്പേസ് എന്ന് പറയുന്നത് ഡിസൈനിൽ ഒഴിഞ്ഞ സ്ഥലമോ അല്ലെങ്കിൽ നിറഞ്ഞ സ്ഥലമോ ആണ്. ടെക്സ്ചർ എന്ന് പറയുന്ന ഒരു വസ്തുവിൻ്റെ സർഫേസ് അല്ലെങ്കിൽ ഉപരിതല സ്വഭാവമാണ്. ഉദാഹരണത്തിന് സ്മൂത്ത് ആയിട്ട് തൊട്ട് നോക്കുമ്പോൾ സ്മൂത്ത് ആണോ റഫാണോ ആ ഉള്ളൊരു ഫീൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പം ആൻസർ എന്താണ്? ഒരു പ്രകൃതിദത്ത ആകൃതിയുടെ സ്റ്റൈലൈസ്ഡ് രൂപം എന്ന് പറയുന്ന അബ്സ്ട്രാക്റ്റ് ഷേപ്പ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 63. ടേർട്ടിൽ നെക്ക് കോളർ നിർമ്മിച്ച ശേഷം അതിൻ്റെ ആകൃതി എന്താണ്? ടേർട്ടിൽ നെക്ക് കോളർ നിർമ്മിച്ച ശേഷം അതിൻ്റെ ആകൃതി എന്താണ്? സർക്കിൾ ഷേപ്പാണ് അല്ലേ, സർക്കിൾ ആകൃതിയിലാണ് ഉണ്ടാവുക. ടേർട്ടിൽ നെക്ക് എന്താണ്? കഴുത്ത് പൂർണ്ണമായും മൂടുന്ന ഉയരമുള്ളൊരു കോളറിനെയാണ് നമ്മൾ ടേർട്ടിൽ നെക്ക് കോളർ എന്ന് വിളിക്കുന്നത്. ഇത് കഴുത്തിൽ നന്നായി ഒതുങ്ങി നിൽക്കുകയും പലപ്പോഴും മടക്കി ധരിക്കാം, ചില സമയത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് താഴേക്ക് ആക്കി ധരിക്കുകയും ചെയ്യാറുണ്ട്. ടേർട്ടിൽ നെക്ക് എന്ന പേര് വന്നത് ആമയുടെ കഴുത്ത് പോലെ ഉയർന്നു നിൽക്കുന്ന ആകൃതി ഉള്ളത് കൊണ്ടാണ്. ജസ്റ്റ് ഓർത്താൽ മതി അങ്ങനെ ആ ഒരു ഷേപ്പ്. പാറ്റേൺ തയ്യാറാക്കി കോളർ തുന്നി പൂർത്തിയാക്കിയ ശേഷം ഇതൊരു പൂർണ്ണ വൃത്തത്തിൻ്റെ രൂപത്തിൽ, അതായത് കംപ്ലീറ്റ് ആയിട്ടൊരു സർക്കിൾ രൂപത്തിൽ കഴുത്തിന് ചുറ്റും ഒതുങ്ങി പതിഞ്ഞു നിൽക്കുന്ന രീതിയാണ്. അതുകൊണ്ടാണ് സർക്കിൾ എന്ന് ഉത്തരം വരുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സെമി സർക്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ. ഇതൊന്നും ടേർട്ടിൽ നെക്ക് ചെയ്താൽ വരുന്നതല്ല, ടേർട്ടിൽ നെക്കിൻ്റെ ഫൈനൽ ഷേപ്പായിട്ട് വരുന്നതല്ല. സാധാരണ വിൻ്റർ വെയറുകളിലാണ് ടേർട്ടിൽ നെക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാഷൻ ഡ്രോയിങ്ങിലെ അടിസ്ഥാന അളവ് യൂണിറ്റ് എന്താണ്? ഫാഷൻ ഡ്രോയിങ്ങിലെ അടിസ്ഥാന അളവ് യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ എ ഹെഡ്, ഓപ്ഷൻ ബി സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി മീറ്റർ, ഓപ്ഷൻ ഡി ഫൂട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ആൻസറാണത്, ഹെഡാണ് അല്ലേ. ആദ്യം ഹെഡ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. ജസ്റ്റ് ഫാഷൻ ഡ്രോയിങ്ങിൽ ഒരു മനുഷ്യരൂപം വരയ്ക്കുമ്പോൾ സെൻറ്റിമീറ്ററോ മീറ്ററോ ഉപയോഗിച്ചല്ല നമ്മൾ അളക്കാറ്, പകരം ഒരു തലയുടെ ഉയരമാണ് അടിസ്ഥാന അളവ് യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഹെഡിൻ്റെ അളവ്, അതായത് ഒരു തലയുടെ ഉയരത്തിനെയാണ് നമ്മൾ ഹെഡ് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഹെഡ് യൂണിറ്റ് അടിസ്ഥാനമാക്കിയാണ് മുഴുവൻ ശരീരത്തിൻ്റെ ഉയരവും നമുക്ക് വിവിധ ഭാഗങ്ങളുടെ ഇതായിട്ട് നമ്മൾ നിശ്ചയിക്കുന്നത്, മെഷർമെൻ്റ് ആയിട്ട് നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് സാധാരണ മനുഷ്യ ശരീരം ഏകദേശം 7.5 മുതൽ 8 ഹെഡ് വരെ ഉയരമുള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ ഫാഷൻ ഇലിസ്ട്രേഷനിൽ മോഡലിനെ കൂടുതൽ ഉയരവും നമ്മൾ ഭയങ്കര സൗന്ദര്യമുള്ള രൂപവുമായി കണക്കാക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയാണ് 9 ഹെഡ് അല്ലെങ്കിൽ 10 ഹെഡ് ഒക്കെ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇങ്ങനെ ഹെഡ് യൂണിറ്റ് ഉപയോഗിക്കുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിയായ ഒരു അനുപാതത്തിൽ വരയ്ക്കാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഒരു ഹെഡ് തല, 2 ഹെഡ് നെഞ്ചിൻ്റെ ഭാഗം, 3ാമത്തെ ഹെഡ് അര വരെ, 4ാമത്തെ ഹെഡ് ഹിപ്പ് വരെ, അങ്ങനെ നമ്മൾ താഴേക്ക് ഓരോ ഹെഡും അടിസ്ഥാനമാക്കി കാലുകളുടെ നീളം വരേക്കും നമ്മൾ നിശ്ചയിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കറിയാം, സെൻറ്റിമീറ്റർ, മീറ്റർ, ഫൂട്ട്. അതൊന്നും ഉപയോഗിച്ചല്ല നമ്മൾ ഹെഡ് തിയറി അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡ്രോയിങ്ങിന് ഫാഷൻ ഫിഗർ നമ്മൾ. ക്വസ്റ്റ്യൻ നമ്പർ 65. വസ്ത്രത്തിൻ്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ പാറ്റേണിലുള്ള വെട്ട് അല്ലെങ്കിൽ കട്ട് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. വസ്ത്രത്തിൻ്റെ ഫിറ്റ് നിയന്ത്രിക്കാൻ പാറ്റേണിലുള്ള ഭാഗം ഏതാണ്? ഡാർട്ട് ഇൻടേക്ക് ആണ്. ഡാർട്ട് എന്ന് പറയുന്നത് ഒരു പുതിയ പാറ്റേണിൽ നൽകുന്ന ട്രയാങ്കുലർ അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള മടക്ക് അല്ലെങ്കിൽ ഫോൾഡാണ് അല്ലേ. ശരീരത്തിൻ്റെ വളവുകൾക്കനുസരിച്ച് വസ്ത്രം ശരിയായി ഒതുങ്ങി നിൽക്കാനാണ് നമ്മൾ ഡാർട്ട് ഉപയോഗിക്കുന്നത്. ബസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഷോൾഡർ തുടങ്ങിയ ഭാഗങ്ങളിൽ സാധാരണയായിട്ട് നമ്മൾ ഡാർട്ട് നൽകാറുണ്ട്. ഇനി ഡാർട്ട് ഇൻടേക്ക് എന്താണെന്ന് വെച്ചാൽ, ഡാർട്ട് തുന്നുമ്പോൾ മടക്കി ഒഴിവാക്കുന്ന തുണിയുടെ അളവാണ് ഡാർട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത്. ഈ അളവാണ് വസ്ത്രത്തിൻ്റെ ഫിറ്റ് നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് വേസ്റ്റ് ഡാർട്ടിൻ്റെ ഇൻടേക്ക് 2 സെൻറ്റിമീറ്ററിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ആക്കിയാൽ കൂടുതൽ തുണി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യില്ലേ, അപ്പോൾ വസ്ത്രം കൂടുതൽ ടൈറ്റായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ഫിറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ എത്രയാണോ തുണി, 2 ആണോ 4 ആണോ എത്ര സെൻറ്റിമീറ്റർ ആണോ നമ്മൾ അകത്തേക്ക് മടക്കുന്നത്, അതാണ് ഡാർട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ ഡാർട്ട് ഇൻടേക്ക് കുറവാണെങ്കിൽ, കുറച്ച് തുണി മാത്രമേ അകത്തേക്ക് മടക്കുന്നുള്ളെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കും ഫാബ്രിക് ഗാർമെൻറ്റ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ആയിട്ടുള്ള ഡാർട്ട് പോയിൻ്റ് എന്ന് പറയുന്നത് ഡാർട്ട് അവസാനിക്കുന്ന അപ്പെക്സ് അല്ലെങ്കിൽ അഗ്രഭാഗത്തിനെയാണ് നമ്മൾ ഡാർട്ട് പോയിൻ്റ് എന്ന് പറയുന്നത്. ബസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബസ്റ്റിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ഒരു റെഫറൻസ് പോയിന്റ് ആണ്. ഇനി ഡാർട്ട് ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഡാർട്ടിൻ്റെ 2 വശങ്ങളിലായി നമ്മൾ കാണുന്ന ഡാർട്ട് ലെഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും ഡാർട്ട് അല്ലെങ്കിൽ ഗാർമെൻ്റ് ഫിറ്റിനെ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ കട്ട് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 66, ടോൺ എന്നത് എന്താണ്? ടോൺ എന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഗ്രേ ചേർക്കൽ, വൈറ്റ് ചേർക്കൽ, ബ്ലാക്ക് ചേർക്കൽ, ബ്രൗൺ ചേർക്കൽ. ടോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം? ഗ്രേ ചേർക്കലാണ് ഉത്തരം വരുന്നത് അല്ലേ. അതായത് ഒരു നിറത്തിൽ ഗ്രേ ചേർക്കുമ്പോൾ ലഭിക്കുന്ന പുതിയ നിറത്തെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. അതായത് കളർ പ്ലസ് ഗ്രേ ഈക്വൽ ടു ടോൺ. ഇപ്പോൾ റെഡിൻ്റെ കൂടെ കുറച്ച് ഗ്രേ ചേർത്താൽ അതിൻ്റെ തെളിച്ചം കുറയും, അത് ഡള്ളാവും, മൃദുവായ നമുക്കൊരു ഡൾനെസ് ആയിട്ടുള്ളൊരു പുതിയൊരു റെഡ് ടോണാണ് കിട്ടുക. അതുപോലെ ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഇത് ഏത് നിറത്തിൻ്റെ കൂടെ ഗ്രേ ചേർത്താലും അതിൻ്റെ ഒരു ഡൾനെസ് ആയിട്ട് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. വളരെ തിളക്കമുള്ള ബ്രൈറ്റ് നിറങ്ങളെ കുറച്ച് മൃദുവും സോഫ്റ്റാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗ്രേ ആഡ് ചെയ്താൽ നമുക്കതിന് ടോൺ നിറം, ബ്രൈറ്റ് കളേഴ്സ് നമുക്ക് ടോൺ ആയിട്ട് മാറ്റാൻ പറ്റും. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? വൈറ്റ് ചേർക്കൽ, ബ്ലാക്ക് ചേർക്കൽ, ബ്രൗൺ ചേർക്കൽ അല്ലേ. ഇപ്പോൾ ഷെയ്ഡ് എന്ന് ടിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കളറിൻ്റെ കൂടെ വൈറ്റ് ചേർക്കുമ്പോഴാണ് നമ്മളതിനെ ടിൻറ്റ് എന്ന് പറയുന്നത്. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ചേർക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബ്രൗൺ പിന്നെ കളർ തീയിൽ അങ്ങനെ നമ്മൾ ബ്രൗൺ ചേർക്കൽ എന്നുള്ളൊരു ഇതില്ല നമുക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗാർമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഒന്ന് ഏതാണ്? ഈ ഓപ്ഷൻസിലുള്ള ഗാർമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഒന്ന് ഏതാണ്? ആൻസർ ഫുൾനെസ് ആണ്. ഫുൾ എന്ന് പറയുന്നത് കൊണ്ട് ഫുൾനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫുൾനെസ് എന്ന് പറയുന്ന ഒരു വസ്ത്രത്തിൻ്റെ കൂടുതൽ വീതിയോ വോള്യമോ നൽകുന്നതിനായി നമ്മൾ അധിക തുണി ചേർക്കുന്നതാണ് ഈ ഫുൾനെസ്. അതിലൂടെ വസ്ത്രത്തിന് കുറച്ചും കൂടി ഭംഗിയും ആകർഷണീയവും നല്ല ഫോളും ലഭിക്കുന്നു അല്ലേ, ഫുൾനെസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഗ്യാദേഴ്സ്, പ്ലീറ്റ്സ്, ടക്സ്, ഗ്യാദേഴ്സ് ഉള്ള സ്കേർട്ട്, ഫ്ലെയർഡ് ഫ്രോക്കൊക്കെ, ഇവയെല്ലാം ഫുൾനെസ് ഉപയോഗിക്കാവുന്ന ഗാർമെൻറ്റ്സ് ആണ്. ഒരു ഫ്രോക്കിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ സ്കേർട്ട് ഭാഗം കൂടുതൽ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫാബ്രിക് ചേർത്ത് അതിനെ ഫുൾനെസ് ചേർക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫുൾനെസ് എന്ന് പറയുന്നത്. പഫ് സ്ലീവ്, ബിഷപ്പ് സ്ലീവ്, ഗ്യാതേർഡ് സ്ലീവിലൊക്കെ എവിടെയാണ് നമ്മൾ എക്സ്ട്രാ മെറ്റീരിയൽ ചേർത്ത് കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സ്പേസ് കൊടുത്ത് അതിന് ഒരു ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് ഫുൾനെസ്. ബാക്കിയുള്ള ബാലൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ്, ഡിസൈൻ പ്രിൻസിപ്പിളുടെ ഒന്നാണ്. ഡിസൈൻ്റെ 2 വശങ്ങളും ഈ ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഈവനായിട്ട് ഈക്വലായിട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. ഹാർമണി എന്ന് പറയുന്നത് ഡിസൈനിലെ എല്ലാ ഘടകങ്ങളും പരസ്പരം ഇങ്ങനെ യോജിച്ച് അല്ലെങ്കിൽ സംയോജിച്ച് മനോഹരമായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹാർമണി എന്ന് പറയുന്നത്. റിഥം എന്ന് പറയുന്ന ഡിസൈനിൽ റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ ആവർത്തനത്തിലൂടെ നമുക്ക് കണ്ണിൽ ഒരു മൂവ്മെൻറ്റ് സൃഷ്ടിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ റിഥം എന്ന് പറയുന്നത്. ഇതൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് ഡിസൈൻ അങ്ങനെ വരുന്നതാണ്. ഫുൾനെസ് എന്ന് പറയുന്നതാണ് ഗാർമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഒന്നായിട്ട് പറയപ്പെടുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 68, ഡിസൈനിൻ്റെ അടിസ്ഥാന ഘടകം ഏത്? ഓപ്ഷൻസ് നോക്കാം. ബാലൻസ്, ഹാർമണി, ലൈൻ, റിഥം. ഇതിനകത്ത് ഏതാണ്? ലൈൻ ആണ് ഒരു ഡിസൈൻ്റെ ബേസിക് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ, ഒരു പോയിന്റ് മൂവ് ചെയ്ത് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ചലിക്കുമ്പോൾ ആണ് നമുക്കൊരു ലൈൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പറയുന്നത്. ഡിസൈനിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ലൈനാണ്. മറ്റെല്ലാ ഡിസൈൻ ഘടകങ്ങളും ലൈനിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഒരു ഫാഷൻ ഡിസൈനർ പുതിയ ഒരു ഡിസൈൻ ഡ്രസ്സ് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ലൈൻസ്
അല്ലേ, ലൈൻസ് ഉപയോഗിച്ചാണ് ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത്, ഒരു ഫോം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു പാറ്റേൺ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പം അതുകൊണ്ട് ലൈനാണ് ഒരു ഡിസൈനിൻ്റെ അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈൻ ആണ്. ലൈൻ എന്ന് പറയുന്നത് എന്താണ്? എലമെൻറ്റ്സ് ഓഫ് ഡിസൈനിലെ ഒന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുഖം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആകൃതി ഏതാണ്? മുഖം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ആകൃതി ഏതാണ്? എലിപ്സ്. എലിപ്സ് എന്നത് നീളമുള്ള ഒരു വൃത്താകൃതിയാണല്ലോ, ഒരു ഓവൽ ഷേപ്പ്. മനുഷ്യൻ്റെ മുഖം കൃത്യമായ ഒരു സർക്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ അല്ല. അതുകൊണ്ട് ഫാഷൻ ഫിഗർ ഡ്രോയിങ്ങിൽ മുഖം വരയ്ക്കാൻ നമ്മൾ എലിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഫാഷൻ ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം ഒരു എലിപ്സ് ഷേപ്പ് വരയ്ക്കും, പിന്നീട് അതിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മളൊരു വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും വരച്ച് കണ്ണ്, മൂക്ക്, വായ, ചെവി അങ്ങനെ തുടങ്ങി സ്ഥാനങ്ങൾ അടയാളപ്പെടുത്തും. അതിനുശേഷമാണ് മുഖത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശരിയായ അനുപാതത്തിലായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് സർക്കിളാണ് ഉത്തരം എന്ന് തോന്നാം, പക്ഷേ എലിപ്സ് ആണ് ഉത്തരം കേട്ടോ, ഓവൽ ഷേപ്പിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉയരം കൂടുതലായി തോന്നിക്കാൻ സഹായിക്കുന്ന ലൈൻ ഏത്? ഉയരം കൂടുതലായി തോന്നാൻ സഹായിക്കുന്ന ലൈൻ ഏതാണ്? വെർട്ടിക്കൽ ലൈൻസ്. വെർട്ടിക്കൽ ലൈൻ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് നേരെ പോകുന്ന വരകളെയാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിൽ വരകൾ കണ്ണിനെ മുകളിൽ നിന്നും താഴേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരം കൂടുതൽ നീളമുള്ളതായിട്ട് നമുക്ക് തോന്നിക്കും. ഉയരം കൂടിയതും മെലിഞ്ഞതുമായിട്ട് തോന്നിക്കാൻ സഹായിക്കുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരാൾ വെർട്ടിക്കൽ സ്ട്രൈപ്പുള്ളൊരു ഷർട്ട് ധരിച്ചാൽ ഓട്ടോമാറ്റിക്കലി അയാളെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഉയരം കൂടുതലുള്ളതായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്ന വരകളാണല്ലോ. ഇവ ശരീരത്തിൽ കൂടുതൽ വീതിയാണ് തോന്നിപ്പിക്കുന്നത്, ഉയരമല്ല. ഡയഗണൽ ലൈൻസ് എന്ന് പറയുന്നത് ചെരിഞ്ഞ വരകളാണ്. ഇവ ഡയഗണൽ ലൈൻസ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചലനവും ഊർജവുമാണ് തോന്നിക്കുന്നത്, അല്ലാതെ ഉയരം തോന്നിക്കില്ല. കേർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? വളഞ്ഞ വരകളാണ്. ഇത് കുറച്ചും കൂടി സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ ഒരു സൗന്ദര്യം അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് തരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബട്ടണുകൾ കാണാൻ കഴിയാത്ത പ്ലാക്കറ്റ് ഏത്? ബട്ടണുകൾ കാണാൻ കഴിയാത്ത പ്ലാക്കറ്റ് ഏതാണ്? കൺസീൽഡ് പ്ലാക്കറ്റ്. ഒരു വസ്ത്രം ഈസി ആയിട്ട് ധരിക്കാനും അതുപോലെ തന്നെ അഴിച്ചു മാറ്റാനും വേണ്ടിയാണ് നമ്മൾ പ്ലാക്കറ്റ് ഉപയോഗിക്കുന്നത്. സാധാരണയായി ബട്ടൺ ഹോൾ, സിപ്പ് അങ്ങനെ മുതലായവയൊക്കെയാണ് നമ്മൾ പ്ലാക്കറ്റിൻ്റെ ഭാഗത്ത് ഘടിപ്പിക്കുന്നത്. ഇനി കൺസീൽഡ് പ്ലാക്കറ്റ് എന്ന് പറഞ്ഞാൽ കൺസീൽഡ് എന്ന് പറഞ്ഞാൽ ഈ മറച്ച് വെച്ചത് എന്നുള്ളൊരു മീനിങ് അല്ല. അപ്പോൾ അതുകൊണ്ട് ബട്ടണുകളും ബട്ടൺ ഹോളുകളും പുറത്ത് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു തുണി കൊണ്ടുള്ളൊരു പട്ടി അല്ലെങ്കിൽ ഒരു പീസ് ഉപയോഗിച്ച് മറച്ച് വെച്ച് തയ്യാറാക്കുന്ന പ്ലാക്കറ്റിനെ നമ്മൾ കൺസീൽഡ് പ്ലാക്കറ്റ് എന്ന് പറയുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ബട്ടൺ കാണില്ല, അതുകൊണ്ട് വസ്ത്രം വളരെ വൃത്തിയുള്ളതും ക്ലീൻ ഫിനിഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫോർമൽ ഷർട്ട്സ്, ഡിസൈനർ ഷർട്ട്സ്, കുർത്തി, അതുപോലെ ലേഡീസ് ടോപ്സ്, വെഡ്ഡിംഗ് വെയർ, പ്രീമിയം ഗാർമെൻറ്റ്സിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്ലാക്കറ്റ് കാണാനായിട്ട് സാധിക്കും. പേസ്റ്റഡ് പ്ലാക്കറ്റിൽ ബട്ടൺ പുറത്തുനിന്ന് കാണാൻ കഴിയും. അതുപോലെ കണ്ടിന്യൂസ് പ്ലാക്കറ്റ് സാധാരണയായി സ്ലീവ് ഓപ്പണിംഗ്, കുർത്ത ഓപ്പണിംഗ് തുടങ്ങിയവയിലാണ് ഉപയോഗിക്കുന്നത്. 2 പീസ് പ്ലാക്കറ്റ് പ്രധാനമായിട്ടും ഷർട്ട് സ്ലീവ് ഓപ്പണിംഗിൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാക്കറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചോദ്യം 72, വസ്ത്രത്തിൻ്റെ ഉയരം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. വസ്ത്രത്തിൻ്റെ ഉയരം വർദ്ധിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉയരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെങ്ത്ത് അല്ലെങ്കിൽ നീളം. അപ്പോൾ ഏതാണ് ഓപ്ഷനിൽ ആൻസർ ആയിട്ട് വരുന്നത്? പൈപ്പിംഗ്, ബൈൻഡിങ്, ഫേസിങ് അല്ല, ബാൻഡിങ് ആണല്ലേ. ബാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്ത്രത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു പ്രത്യേക വീതിയുള്ള പട്ടി അല്ലെങ്കിൽ ബാൻഡ് ചേർക്കുന്ന രീതിയാണ്. ഈ ബാൻഡ് വേണമെങ്കിൽ അരയിൽ താഴെ അറ്റത്ത്, കൈയുടെ അറ്റത്ത്, കഴുത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്ത് നമുക്ക് ചേർക്കാം. അതായത് ബാൻഡ് ചേർക്കും വസ്ത്രത്തിന് നീളം, ലെങ്ത്ത് കൂട്ടാൻ, അതുപോലെ വസ്ത്രത്തിന് കുറച്ചുകൂടി ഭംഗിയും ഡിസൈനും വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇപ്പോൾ എക്സാമ്പിൾ, ഒരു കുർത്തി അല്ലെങ്കിൽ ടോപ്പ് അല്പം ചെറുതായി തോന്നുകയാണെങ്കിൽ അതിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മളൊരു മാച്ചിങ് ഫാബ്രിക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ബാൻഡിങ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടാനായിട്ട് സാധിക്കും. നമുക്ക് പഴയ വസ്ത്രങ്ങളൊക്കെ പുതുക്കി അല്ലെങ്കിൽ നീളം കൂട്ടേണ്ടി വരുമ്പോൾ ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലോത്ത് പീസ് മടക്കി സീമിൻ്റെ അരികിൽ അലങ്കാരത്തിനായി ചേർക്കുന്നതാണ്. അത് നീളം കൂട്ടുന്നില്ല അല്ലേ. ബൈൻഡിങ് എന്ന് പറയുന്ന നെക്ക് ലൈൻ, ആം ഹോൾ തുടങ്ങിയവ റോ എഡ്ജുകൾ ഭംഗിയായി ഫിനിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ്.
ഫേസിങ് എന്ന് പറയുന്ന നെക്ക് ലൈൻ, ആം ഹോൾ, വേസ്റ്റ് ലൈൻ എന്നിവയ്ക്ക് നല്ല ഷേപ്പും ഫിനിഷും നൽകാൻ ഉള്ളിലെ ഭാഗത്ത് ചേർക്കുന്ന, നമ്മുടെ ഉള്ളിലേക്കായിട്ട് ചേർക്കുന്ന തുണിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 73. സ്ലാങ് പോക്കറ്റ് സാധാരണ ഉപയോഗിക്കുന്നത് ഏത് വസ്ത്രത്തിലാണ്? സ്ലാങ് പോക്കറ്റ് ഏത് വസ്ത്രത്തിലാണ്? ട്രൗസർ. ആദ്യം സ്ലാൻഡ് പോക്കറ്റ് ഏതാണെന്ന് നോക്കാം. സ്ലാൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെരിഞ്ഞ് എന്നാണ്. സ്ലാൻഡ് ആണ് കേട്ടോ, ചെരിഞ്ഞ് എന്നല്ലേ. അതായത് ട്രൗസറിൻ്റെ മുൻവശത്ത് ചെരിഞ്ഞ രീതിയിൽ നൽകിയിരിക്കുന്ന പോക്കറ്റിനാണ് നമ്മൾ സ്ലാൻഡ് പോക്കറ്റ് എന്ന് പറയുന്നത്. വേസ്റ്റ് ബാൻഡിൻ്റെ താഴെ സൈഡ് സീം ഭാഗത്ത് ചെരിഞ്ഞ നിലയിലാണ് ഈ പോക്കറ്റ് കാണപ്പെടുക. കൈ എളുപ്പത്തിൽ പോക്കറ്റിനുള്ളിൽ കടത്താൻ കഴിയുന്ന രീതിയിലായിരിക്കും ഈ പോക്കറ്റ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. കൈ എളുപ്പത്തിൽ പോക്കറ്റിലേക്ക് ഇടാൻ കഴിയും, ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ട്രൗസറിന് മനോഹരമായ ലുക്ക് നൽകുന്ന രീതിയിൽ ഫോർമൽ വെയറിലും കാഷ്വൽ വെയറിലും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പോക്കറ്റാണ് സ്ലാങ് പോക്കറ്റ് എന്ന് പറയുന്നത്. ഷർട്ടിൽ സാധാരണയായി കാണുന്ന ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? ഷർട്ടിൽ സാധാരണയായി കാണുന്ന ഏതാണ്? പാച്ച് പോക്കറ്റാണ്, അല്ലെങ്കിൽ വെൽറ്റ് പോക്കറ്റ്. വേസ്റ്റ് കോട്ടിൽ വെൽറ്റ് പോക്കറ്റ് അല്ലെങ്കിൽ ജെറ്റ് പോക്കറ്റ്. ടീഷർട്ടിൽ പോക്കറ്റ് ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഇത് ചെറിയ പാച്ച് പോക്കറ്റ് ആയിരിക്കും നമ്മൾ വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 74. സ്വാഭാവികവും തുടർച്ചയായും തോന്നുന്ന ലൈൻ ഏത്? കണ്ടിന്യൂസ്, സ്വാഭാവികവും തുടർച്ചയുമായും തോന്നുന്ന ലൈൻ ഏതാണ്? സ്പൈറൽ ലൈൻ അല്ലേ. സ്പൈറൽ ലൈൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് പുറത്തേക്ക് അല്ലെങ്കിൽ അകത്തേക്ക് തുടർച്ചയായി പോകുന്ന വളഞ്ഞ രേഖയാണ്. പ്രകൃതിയിൽ നമുക്ക് ഇത്തരം സ്പൈറൽ രൂപങ്ങൾ ഒരുപാട് കാണാൻ കഴിയും. ഇപ്പോൾ ഒച്ചിൻ്റെയൊക്കെ ഷെല്ലിൽ, ക്രീപ്പറിൽ, അതുപോലെ ജസ്റ്റ് നമ്മുടെ ഈ ചുഴലിക്കാറ്റിൻ്റെ രൂപം അല്ലെങ്കിൽ ചില പൂക്കളുടെ സെൻറ്റർ പോർഷനൊക്കെ നമുക്ക് ഇങ്ങനെ സ്പൈറൽ പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. ഫാഷൻ ഡിസൈനിങ്ങിൽ സ്പൈറൽ ലൈൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഡിസൈനിന് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ അപ്പിയറൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ള ഓപ്ഷൻസായ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നേരായൊരു ലൈൻ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന നേരായി പോകുന്ന രേഖയാണ്. തിക്ക് ലൈൻ എന്ന് പറയുന്നത് കട്ടിയുള്ളൊരു രേഖ എന്ന് പറയാം. ഓപ്പോസിറ്റ് കേർവ് എന്ന് പറഞ്ഞാൽ രണ്ട് വളവുകൾ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള രേഖയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തുടർച്ചയായിട്ട് തോന്നുന്ന, നാച്ചുറലായിട്ട് തുടർച്ചയായി തോന്നുന്ന ലൈൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ലൈനുകളുടെ ഒരു പ്രത്യേകത, ജസ്റ്റ് വെർട്ടിക്കൽ ലൈൻ നമുക്ക് ഉയരം കൂടുതലായി തോന്നിക്കും, ഹൊറിസോണ്ടൽ ലൈൻ വീതി തോന്നിക്കും, ഡയഗണൽ ലൈൻ ചലനവും ഊർജ്ജവും തോന്നിക്കും, കേർവ്ഡ് ലൈൻ മൃദുത്വം തോന്നിക്കും. സ്പൈറൽ ലൈൻ എന്താണ്? സ്വാഭാവികവും തുടർച്ചയായും നമുക്ക് തോന്നുന്ന ഒരു ലൈനാണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ 75. ഒരേ നിറത്തിൻ്റെ ഷെയ്ഡ്, ടോൺ, ടിൻറ്റ് എന്നിവ ഉപയോഗിക്കുന്ന കളർ സ്കീം ഏതാണ്? ഒരേ നിറത്തിൻ്റെ ഷെയ്ഡ്, ടോൺ, ടിൻറ്റ് എന്നിവ ഉപയോഗിക്കുന്ന കളർ സ്കീം ഏതാണ്? മോണോക്രോമാറ്റിക് കളർ സ്കീം. മോണോക്രോമാറ്റിക് കളർ സ്കീം, മോണോ എന്ന് പറയുന്നത് സിംഗിൾ എന്നാണ് അർത്ഥം അല്ലേ. ക്രോമാറ്റിക് കളർ സ്കീം, മോണോ എന്ന് പറയുമ്പോൾ എന്താണ്? സിംഗിൾ കളർ യൂസ് ചെയ്യുന്നു എന്നുള്ള അർത്ഥം. ഒരു നിറത്തിൽ തന്നെ വൈറ്റ്, ഗ്രേ, ബ്ലാക്ക് എന്നിവ ചേർത്ത് ആ നിറത്തിൻ്റെ പല രൂപങ്ങൾ, പല ഷെയ്ഡ്സ് അല്ലെങ്കിൽ പല ടിൻറ്റ് അല്ലെങ്കിൽ പല ടോൺസ് നമുക്ക് കിട്ടും അല്ലേ. ഇപ്പോൾ ബ്ലൂ ആണെങ്കിൽ ബ്ലൂവിൻ്റെ കൂടെ വൈറ്റ് ചേർത്ത് ടിൻറ്റ് കിട്ടും, ബ്ലൂവിൻ്റെ കൂടെ ഗ്രേ ടോൺ കിട്ടും, ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്ക് ഷെയ്ഡ് കിട്ടും. ഈ 3 രൂപങ്ങളും ചേർത്ത് നമ്മൾ ഒരു ഗാർമെൻറ്റ് തയ്യാറാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മോണോക്രോമാറ്റിക് കളർ സ്കീം എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ചുരിദാറാണെങ്കിൽ ബ്ലൂവിൻ്റെ തന്നെ 3 ഷെയ്ഡാണ് ദുപ്പട്ട, ലൈറ്റ് ബ്ലൂ, കുറച്ചും കൂടി ഡാർക്ക് ബ്ലൂ കുർത്തി, കുറച്ചും കൂടിയും ഡാർക്ക് ബ്ലൂ ടോപ്പ്, അങ്ങനെ നമ്മൾ പാൻറ്റ്, അങ്ങനെ നമ്മൾ ഇടുകയാണെങ്കിൽ എന്താണ്? മോണോക്രോമാറ്റിക് കളർ സ്കീമാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഫാഷൻ ഡിസൈനിങ്ങിൽ മോണോക്രോമാറ്റിക് കളർ സ്കീം ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വസ്ത്രത്തിന് കുറച്ചും കൂടി ബ്യൂട്ടി ആവാനും, അതുപോലെ തന്നെ ഒരു കാംനെസ് ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു ക്ലാസി ലുക്ക്, അതുപോലെ കളർ കോമ്പിനേഷൻ ഭയങ്കര കാണാൻ തന്നെ നമുക്കൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഓഫീസ് വെയർ, പാർട്ടി വെയറിലൊക്കെ നമുക്കിത് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്, ബാക്കിയുള്ള ഓപ്ഷനിലുള്ള അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത് എന്താണ്? കളർ വീലിൽ അടുത്തടുത്ത് നിൽക്കുന്ന 3 നിറങ്ങൾ ഉപയോഗിക്കുന്ന കളർ സ്കീമാണ് അനലോഗസ് കളർ സ്കീം എന്ന് പറയുന്നത്. ടെട്രാഡിക് എന്ന് പറഞ്ഞാൽ കളർ വീലിൽ 4 നിറങ്ങൾ ചേർന്ന കളർ സ്കീം എന്ന് പറയുന്നത് പൊതുവായ നമ്മൾ കളർ കോമ്പിനേഷൻ, ഒരു പ്രത്യേകമായിട്ടൊരു കളർ കോമ്പിനേഷനിൽ നമ്മൾ പൊതുവായിട്ട് പറയുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഇതല്ല, ഓപ്ഷനിൽ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? മോണോക്രോമാറ്റിക് കളർ സ്കീം.
നമ്മളുടെ 4ാമത്തെ വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഫൈനൽ 1 മന്ത് റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 1 അപ്പോൾ ഇനിയും ചേരാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ഇനി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. കുറച്ച് ദിവസത്തെ ക്വസ്റ്റ്യൻസ്, അപ്പോൾ 1 തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് നമ്മളുടെ ടെലഗ്രാം ബാച്ചിൽ തന്നെ ഉണ്ടാവും. അപ്പം കണ്ടിന്യൂ ചെയ്ത് ആദ്യം മുതൽ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് കാണാനും പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ക്വസ്റ്റ്യൻസ് കാണാനും പഠിക്കാനും പറ്റും. അതുപോലെ തന്നെ ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാനായിട്ട് പറ്റും. അപ്പം ഇനിയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ സമയം